കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ഇന്ന് വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രമുഖ കവിയും അതുപോലെ സാഹിത്യ നിരൂപകനുമായ നമ്മുടെ സംസ്ഥാനത്തിന്റെയൊക്കെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കൂടിയായ കെ സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ ഇപ്പോൾ തന്റെ പഴയ ഫോമിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഭരണകൂടത്തോട് എന്നും കലഹിച്ചിരുന്ന, അധികാരത്തിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാതെ സത്യം വിളിച്ചു പറഞ്ഞിരുന്ന ആ പഴയ സച്ചിദാനന്ദനെയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോഴും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചോളം ഇത് കനത്തൊരു തിരിച്ചടി കൂടിയാണ്. കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് നൽകിയൊരു അഭിമുഖത്തിൽ സച്ചിദാനന്ദൻ ചില കാര്യങ്ങൾ വളരെ പച്ചയായി വെട്ടിത്തുറന്ന് പറയുന്ന സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ പ്രസ്താവിക്കുകയുണ്ടായി. സത്യത്തിൽ ഈ പ്രസ്താവന ഇത്രയേറെ ഗൗരവമുള്ളതാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു സിസ്റ്റത്തിനകത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. വെറുമൊരു കവി എന്നതിലെല്ലാം ഉപരി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന, സർക്കാരിന്റെ പദവിയിൽ അല്ലെങ്കിൽ വലിയൊരു പദവിയിൽ വഹിക്കുന്ന ഒരാളെന്ന ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ആ അലയൊലികളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നോക്കൂ, ചോദ്യം വളരെ ലളിതമായിരുന്നു. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുന്നത് ഗുണമാണോ ദോഷമാണോ എന്നതായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിച്ചത് ബംഗാളിനെ കുറിച്ചാണ്. ബംഗാളിൽ തനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളെ സ്വയം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. ബംഗാളിലെ ചില സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന കടുത്ത അടിച്ചമർത്തലെ കുറിച്ച് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അധികാരത്തിന്റെ ഹുങ്കിൽ താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ എങ്ങനെയാണ് ദ്രോഹിച്ചത് എന്നുള്ള നേർചിത്രമാണ് അദ്ദേഹം വരച്ചു കാട്ടുന്നത്. എന്തിനേറെ പറയുന്നു, വോട്ടവകാശം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യമാണ് ബംഗാളിൽ ഇടതു ഭരണകാലത്ത് ഉണ്ടായതെന്നാണ് സച്ചിദാനന്ദൻ വെളിപ്പെടുത്തുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ അധികാര തുടർച്ച എന്ന് പറയുന്നത് ഭരണകൂടങ്ങളിൽ പലപ്പോഴും ദുരധികാര പ്രവണത ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ട് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികളും നേതാക്കളും ഒരുപോലെ നെഞ്ചത്തടിച്ച് കരയുകയാണ്, നെഞ്ചത്തടിച്ച് ആർത്ത് നിലവിളിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ആണിക്കല്ലായിരുന്ന ബുദ്ധിജീവി ഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിശക്തമായ മുന്നറിയിപ്പുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സംസ്ഥാനം കേരളമാണ്. 1957 EMSന്റെ നേതൃത്വത്തിൽ ഇവിടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് 1967 കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമെല്ലാം വളർത്തുന്നത്. 1977 ഇടതുപക്ഷം പശ്ചിമ ബംഗാൾ പിടിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഇവിടെ കരുത്തുറപ്പിക്കുകയും ചെയ്തിരുന്നു. നീണ്ട 34 വർഷമാണ് അവർ ബംഗാൾ ഭരിച്ചത്. ലോക ചരിത്രത്തിൽ തന്നെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ് കൂടിയാണത്. പക്ഷേ ആ റെക്കോർഡ് ഒരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴാ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ പറയുന്ന 1977 ബംഗാൾ പിടിച്ചെടുത്തതിന് തൊട്ട് പിന്നാലെ 1978 ത്രിപുരയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ത്രിപുര 35 വർഷമാണ് ഇടതുപക്ഷം ഭരിച്ചത്. എന്നാൽ 2018 ത്രിപുരയിൽ ആ സർക്കാർ പുറത്താക്കപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നാം ഗൗരവമായി നോക്കണം. 2013 കേവലം 1.5% വോട്ടുണ്ടായിരുന്ന BJP ആണ് 2018 42% വോട്ടിലേക്ക് വികസിച്ച് ഇടതുപക്ഷത്തെ തറ പറ്റിച്ചത്. കേവലം 5 വർഷം കൊണ്ടൊരു വമ്പൻ പ്രസ്ഥാനം എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവിടെ വരുന്ന പ്രധാന കാരണം എന്നത്. ഇന്ന് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ത്രിപുര എന്നത്. ഇടതുപക്ഷം അവിടെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇനി ബംഗാളിൽ സംഭവിച്ചത്? 34 വർഷത്തെ ഭരണത്തിന് അവിടെ തിരശ്ശീലയിട്ടത് മമതാ ബാനർജി എന്ന കൊടുങ്കാറ്റ് കൂടിയായിരുന്നു. 2011 ആ കൊടുങ്കാറ്റിൽ വൻമരങ്ങളെല്ലാം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരമെന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെയായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തന്നെ തോറ്റുപോയ സാഹചര്യം എന്താണെന്നുള്ളത്. ജാദവ്പൂർ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ 4-5 തവണ വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്ന ആളാണ് ഈ ബുദ്ധ ഭട്ടാചാര്യ. 2011 അദ്ദേഹം ആരോടാണ് തോറ്റത്? അങ്ങനൊരു ശക്തനായ രാഷ്ട്രീയ നേതാവ് മുന്നിലല്ല, അല്ലെങ്കിൽ ശക്തനായ രാഷ്ട്രീയ നേതാവിന്റെ മുന്നിലല്ല ഭട്ടാചാര്യ അടിയറവ് പറഞ്ഞ. മറിച്ച് ബംഗാളിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന മനീഷ് ഗുപ്തയാണ് ഈ പറയുന്ന ബംഗാളിന്റെ മുഖ്യമന്ത്രി തന്നെ തറ പറ്റിച്ചത്. അത്രയേറെ വലിപ്പമുള്ള ഒരു ജനകീയ പ്രതിഷേധമായിരുന്നു, ഒരു ജനകീയ പ്രതിഷേധ കൊടുങ്കാറ്റായിരുന്നു 2011 ബംഗാളിൽ സംഭവിച്ചത്. ആ കൊടുങ്കാറ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്നും ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മമതാ ബാനർജിയാണ്. ഇന്ന് ബംഗാൾ നിയമസഭയിൽ ഇടതുപക്ഷത്തിന് പേരിന് പോലും ഒരു MLA ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഒരു ബദൽ രാഷ്ട്രീയമായി സ്വയം അവകാശപ്പെട്ടവർ പൂജ്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഈ ബംഗാൾ മോഡൽ തകർച്ചയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സച്ചിദാനന്ദൻ കേരളത്തിലും ജാഗ്രത വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന തുടർച്ചയായ അധികാരം പലപ്പോഴും തെറ്റായ പ്രവണതകളിലേക്ക് ഇടതുപക്ഷത്തെയും CPM-നെയും നയിച്ചേക്കാമെന്നുള്ള ആശങ്കയാണ് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയതും. സച്ചിദാനന്ദൻ ഇതേ അഭിപ്രായം, അല്ലെങ്കിൽ സച്ചിദാനന്ദന്റെ ഇതേ അഭിപ്രായം തന്നെ 2 വർഷം മുമ്പ് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് നൽകിയ ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടുമുണ്ട്. അന്നും
അത് വിവാദമായിരുന്നു. അന്ന് അദ്ദേഹത്തെ നേരിടാൻ പാർട്ടി അണികൾ പാഞ്ഞെത്തിയതാണ്. എന്നാൽ സച്ചിദാനന്ദൻ മാത്രമല്ല, കേരളത്തിലെ വിവിധ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഇതേ വിമർശനം ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ തുടർ ഭരണം ഉണ്ടായാൽ ഇടതുപക്ഷം കേരളത്തിൽ തകരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒട്ടേറെ എഴുത്തുകാർ കേരളത്തിലുണ്ട്. NM കാരശ്ശേരിയും അതുപോലെ തന്നെ M മുകുന്ദനുമൊക്കെ എന്തിന് നമ്മുടെ MD വാസുദേവൻ വരെ നേരിട്ട് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുമ്പ് ഉന്നയിച്ചിട്ടുമുണ്ട്. നായനാർ ഭരണകാലത്തും പിന്നീട് അങ്ങോട്ടും ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്തകർ പാർട്ടിയുടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സച്ചിദാനന്ദൻ ഒരു സിസ്റ്റത്തിനകത്തുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം സർക്കാരിന്റെ പണം പറ്റി ഒരു പദവി വഹിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ ഒരാൾ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ന്യായമായും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൈബർ വെട്ടിക്കളികളെല്ലാം ഒന്നടങ്കം സച്ചിദാനന്ദനെതിരെ വാളുമായി ഇറങ്ങിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്കറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയാണല്ലോ അരുന്ധതി റോയ് എന്ന് പറയുന്നത്. മലയാറ്റൂരിന്റെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അരുന്ധതി റോയ് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിൽ അരുന്ധതി റോയ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തെക്കുറിച്ച് തനിക്ക് അഭിമാനിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം ഓരോ 5 വർഷം കഴിയുമ്പോഴും ഭരണത്തെ മാറ്റുന്നു എന്നുള്ളതാണ്, സർക്കാരിനെ മാറ്റുന്നു എന്നുള്ളതാണ്. 5 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ ഭരിക്കാൻ ആരെയും അനുവദിക്കാറില്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണെന്ന് അരുന്ധതി റോയ് ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ജനങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ജനാധിപത്യപരമായ നടപടി കൂടിയാണത്. പക്ഷേ 2021 എന്താ സംഭവിച്ചത്? ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തുടർ ഭരണമുണ്ടായി. ആ തുടർ ഭരണം ഉണ്ടാകുന്ന സാഹചര്യം എന്തായിരുന്നു? അത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ കാലത്ത് നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ജനങ്ങളാകെ പരിഭ്രാന്തിയിലായിരുന്ന സമയം, ജീവനും ജീവിതത്തിനും സുരക്ഷ തേടിയിരുന്ന സമയം. ആ സമയത്ത് സർക്കാർ കൈകൊണ്ട ചില നടപടികൾ ജനങ്ങൾക്ക് ആശ്വാസമായി മാറി. നോക്കൂ, ഒന്നാം പിണറായി സർക്കാർ അങ്ങനെ വിവാദങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്ത പോപ്പുലറായ ഒരു സർക്കാരെ ആയിരുന്നില്ല. ബന്ധു നിയമനത്തിന്റെ പേരിൽ 2 മന്ത്രിമാരാണ് ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും അന്ന് രാജിവെച്ചത്. EP ജയരാജനും അതുപോലെ KT ജലീലുമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല, നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തി, ഡോളർ കടത്തി എന്ന കടുത്ത ആരോപണം നേരിട്ടുള്ള സർക്കാർ കൂടിയായിരുന്നല്ലോ അത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണല്ലോ, ഒരു IAS ഓഫീസറാണല്ലോ ജയിലിൽ പോയി കിടന്നത്. ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്നത് കേരളം ആദ്യമായി കാണുകയായിരുന്നു. ഇനിയിപ്പോ ശബരിമല യുവതി പ്രവേശനത്തിന് എന്താണ് സംഭവിച്ചത്? ആ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് ഉണ്ടായതാണല്ലോ. വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് CPM-ന് ഇടതുപക്ഷത്തിന് വന്ന് കിട്ടുകയും ചെയ്തത്. ആ അർത്ഥത്തിലൊക്കെ ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് അത്ര പോപ്പുലറായ സർക്കാർ ഒന്നുമായിരുന്നില്ല. വിവാദങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന കോവിഡ് കാലത്ത് സർക്കാർ കാണിച്ചൊരു കരുതലുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി കിറ്റും സഹായങ്ങളും നൽകുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറി, അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി എന്ന് പറയണം. അതിനോടുള്ള കടപ്പാട് ജനങ്ങൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2021 ഒരു തുടർ ഭരണം കേരളത്തിൽ ജനങ്ങൾ പിണറായിക്കും LDF-നും സമ്മാനിച്ചത്. നോക്കൂ, ഒന്നാം പിണറായി സർക്കാർ അങ്ങനെ വിവാദങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്ത അത്ര പോപ്പുലറായ ഒരു സർക്കാരേ ആയിരുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ തരത്തിൽ പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ അത് ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം LDF-നൊപ്പം കൂടെ നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. അത്രത്തോളം വലിയ സഹായം അന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി, അല്ലെങ്കിൽ ആ ജനങ്ങൾ നന്ദി കാണിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നീടാണ് കഥകൾ മാറി മറിയുന്നത് പറയുമ്പോൾ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത്? വലിയ രീതിയിലാണ് UDF-ന് മുന്നേറ്റം ഉണ്ടായത്. ഒരു തിരുത്തൽ വോട്ടിംഗ് അങ്ങനെ നടന്നിട്ടുമുണ്ട്. ഒരു പാർട്ടി, അല്ലെങ്കിൽ ഈ പാർട്ടി ഇനിയും അധികാരത്തിൽ തുടർന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകില്ല എന്ന് പാർട്ടി അണികൾ പോലും കരുതുന്ന അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ അനാശാസ്യമായ പല പ്രവണതകളും വർദ്ധിച്ചു വരുന്നുവെന്നും അഴിമതി ഒരു വലിയ വിഷയമാകുന്നെന്നും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ അഴിമതിയിലും ആഡംബര ജീവിതത്തിലും ഭ്രമിക്കുന്നവരാണെന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടിക്കും ജനങ്ങൾക്കും ഇടയിലുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നേതൃത്വം തുറന്നു സമ്മതിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിപ്പോർട്ടുകൾ തന്നെ. നമുക്കറിയാം, MABB അടക്കമുള്ളവർ നടത്തിയ ഗൃഹ സന്ദർശനമെല്ലാം പാളിപ്പോയി എന്ന് പാർട്ടി തന്നെ പുറത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ തന്നെ ക്ഷമയോടെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ മാസം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പാർട്ടി ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്നാണ്. 38,464 ബ്രാഞ്ച് കമ്മിറ്റികളുടെ ഒരു പാർട്ടിയാണ് ഇന്നിപ്പോൾ ഈ ബന്ധം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പരിഭവിക്കുന്നത്. താഴെത്തട്ടിൽ ലഹരി കടത്തും ഫണ്ട് തിരിമറിയും നടക്കുമ്പോൾ മുകളിൽ കോറി ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങളും സ്വർണ്ണപ്പാളി വിവാദങ്ങളും നേതാക്കളെ വേട്ടയാടുന്നുമുണ്ട്. MLA-മാർക്കും മന്ത്രിമാർക്കുമെതിരെ ലൈംഗിക അപവാദങ്ങളെല്ലാം ഉയർന്നു വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇടതുപക്ഷം തിരുത്താൻ തയ്യാറാകുമെന്ന് സാംസ്കാരിക കേരളം തന്നെ പറഞ്ഞു വെക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നാൽ ഈ പാർട്ടി നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നത് എതിരാളികളല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അണികൾ തന്നെയാണ്. UDF-ന് ഒരു കാലത്തും വിജയിക്കാൻ കഴിയാത്ത വാർഡുകളിൽ അവർ ജയിക്കുന്നത് ഇടതുപക്ഷ അണികൾ മാറി വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. സച്ചിദാനന്ദന്റെയും സാറാ ജോസഫിന്റെയും ഒക്കെ അഭിപ്രായത്തെ വ്യക്തിപരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന CPM നേതൃത്വം
ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നന്നായി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ചുവരത്ത് വായിക്കാനുള്ള മഹാമനസ്കത നിങ്ങൾ കാണിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്നുകൂടി പറയുന്നു, ചുവരെഴുത്ത് വായിക്കാനുള്ള മഹാമനസ്കത നിങ്ങൾ കാണിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകില്ല. ഇടതുപക്ഷം എന്നും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ചേരിയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പിഴവുകൾ തിരുത്തുന്നു, വീണ്ടും അധികാരത്തിൽ വരുന്നു. അതായിരുന്നു കേരളത്തിന്റെ രീതി എന്നത്. LDF-നെ തിരുത്തുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും UDF-നെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റുന്നത്. കേരളം എപ്പോഴും ഇടതുപക്ഷത്തെ വിശ്വസിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ വിരുദ്ധമായി ഒരു ചർച്ചയും ഉണ്ടാകില്ല. ഇത് ഇടതുപക്ഷ വിരുദ്ധമായ ഒരു ചർച്ചയുമല്ല. തിരുത്തൽ പ്രക്രിയ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകില്ല. അത് രാജ്യത്തെ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുകയും ചെയ്യും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇനിയുള്ള പരിഹാരം എന്താണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1927 ശ്രീനാരായണ ഗുരു ആലപ്പുഴയിലെ ചേർത്തലയിൽ കണ്ണാടി പ്രദർശനം നടത്തിയത് നിന്നിലെ ചൈതന്യം നീ തന്നെയാണ്, കണ്ണാടി നോക്കി തിരിച്ചറിയുക എന്ന സന്ദേശമായാണ്. നീ നിന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക, നിനക്കുള്ളിലെ തെറ്റുകൾ നീ തന്നെ തിരുത്തുക എന്നതായിരുന്നു ആ മഹാസന്ദേശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ പാത പിന്തുടരേണ്ടതുണ്ട്. നേതാക്കൾ AKG സെന്ററിലെ കണ്ണാടി നോക്കി ഒരു സ്വയം വിമർശനം നടത്താൻ തയ്യാറാക്കുന്നത് നല്ലതാണ്. കണ്ണടച്ചിട്ടാക്കുന്ന പ്രവണതകൾ പാർട്ടികൾക്ക് നല്ലതുമല്ല. ഇതിനെ വെറുമൊരു PR വർക്കായി മാത്രം കാണണ്ട, ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ തയ്യാറാവുക കൂടി വേണം. സാംസ്കാരിക നായകന്മാരുടെ വിമർശനങ്ങളെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുകയും വേണം. എതിരാളികൾ നെഞ്ചത്തടിച്ച് പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ നാടിന് മതേതരമായ ഒരു ഇടതുപക്ഷം അനിവാര്യം തന്നെയാണ്. പക്ഷേ അത് ജനങ്ങളിൽ നിന്നും അകന്നുകൊണ്ടാകരുത് എന്ന് മാത്രം. സ്വയം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.